കാടിന്റെ ഉള്ളിൽ 4 സഹോദരിമാർ താമസിച്ചിരുന്നു. ആ മാന്ത്രിക വനത്തിന്റെ സംരക്ഷണമായിരുന്നു അവരുടെ ഉത്തരവാദിത്തം. അവരിൽ 3 പേർ ഉത്സാഹത്തോടെ ജോലി ചെയ്തു. എന്നാൽ ഇളയവൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യത്തിലും ശരിയായ സഹായം നൽകാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം കാടിന്റെ രക്ഷകൻ ഗാർഡിയൻ ഓഫ് ദ ഫോറസ്റ്റ് പ്രത്യക്ഷപ്പെട്ട് താമസിയാതെ ഈ വനത്തിൽ ഒരു പുതിയ പൂന്തോട്ടം പിറവിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം അടുത്തുള്ള ഗ്രാമത്തിൽ രോഗിയായ അമ്മാവനെക്കുറിച്ച് ആലോചിച്ച് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. മരുന്ന് പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അവന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്ന് തൊഴിലാളികളെ ആവശ്യമുണ്ടെന്ന ഒരു നോട്ടീസ് അവൻ കണ്ടത്. പ്രതീക്ഷയോടെ അവൻ അങ്ങോട്ട് കുതിച്ചു. കൊട്ടാരത്തിൽ ഒരു രാജകുമാരിയെ പോലെ സുന്ദരിയായ പെൺകുട്ടി അവനെ ഒരു ചിത്രം കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാന്ത്രിക മരത്തിന്റെ തൊലി എനിക്ക് വേണം. അവൻ മടിച്ചു നിന്നു. എന്നിട്ട് ചോദിച്ചു, പകരമായി എനിക്ക് എന്ത് ലഭിക്കും? തന്റെ യൗവനത്തിന്റെ രഹസ്യമാണ് ആ മരത്തിന്റെ തൊലിയെന്ന് അവൾ വിശദീകരിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതിക്കുകയും കാവൽക്കാരുമായി കാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. എന്നാൽ കാടിന്റെ അരികിലെത്തിയപ്പോൾ കാവൽക്കാർ ഭയന്ന് അവനെ അവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ അവന് ഒറ്റയ്ക്കകത്തേക്ക് പോകേണ്ടി വന്നു. അവൻ കൂടുതൽ ഉള്ളിലേക്ക് നടക്കുമ്പോൾ അവന്റെ കണ്ണുകൾ മാവുക എന്നു പേരുള്ള ഒരു നിഗൂഢയായ പെൺകുട്ടിയിലും അവളുടെ അടുത്ത് നിൽക്കുന്ന ഒരു വിചിത്ര ജീവിയിലും പതിഞ്ഞു. ഭയന്നു പോയ അവൻ ആ സ്ഥലത്ത് വെച്ച് ബോധം കെട്ടു വീണു. ബോധം തിരികെ വന്നപ്പോൾ അവൻ മാവുകയോടെല്ലാം പറഞ്ഞു, എന്റെ അമ്മാവന് തീരെ വയ്യ, എനിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചേ മതിയാകൂ. സത്യം കേട്ടപ്പോൾ മാവുക അവളുടെ രൂപം മാറ്റുകയും അവനെ മാന്ത്രിക മരത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്തു.